ഹലോ ഗൈസ്, ഇതുവരെ നിങ്ങൾ കണ്ടത് പോലത്തെ ഒരു ഹൊറർ ഗെയിമല്ല നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് തെക്ക് ഐലൻഡ് എന്ന് പറയുന്ന സാധനമാണ്. ഇത് കുറേ ദിവസം കൊണ്ട് സ്ട്രീമിൽ കിടപ്പുണ്ട്. നമ്മൾ സ്ട്രീമിലാകെ GTA 5 മാത്രമേ കളിക്കുന്നുണ്ടായിരുന്നുള്ളൂ. കറണ്ട് ഇപ്പോൾ GTA 5 നമ്മൾ ഇപ്പോൾ ഹൊറർ ഗെയിംസ് തെക്ക് ഐലൻഡിലാണ് വന്നിരിക്കുന്നത്. ഇത് ലൈക്ക് ഭ്രമയുഗം പോലെയാണ്. ഇത് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ കുടുംബം പറ്റിയിട്ട് ചെയറൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഗ്രാഫിക്സൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ വീഡിയോയിലോട്ട് പോകാം. തെക്ക് ഐലൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1984 കേരള. അപ്പോൾ ഓക്കെ, സോറി, നമുക്ക് ഈ ന്യൂസിൻ്റെ ഒച്ചയൊന്നും കേൾക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇത് വോയിസ് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ ഇതൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കിടന്നുറങ്ങുകയാണ്. ഇവിടെ സുധാകരക്കുറുപ്പിൻ്റെ ന്യൂസൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭാര്യയാണെന്ന് തോന്നുന്നു, ഇന്ദിര, നമ്മുടെ ഭാര്യയാണ് ഇന്ദിര. അത് നിങ്ങൾക്കറിയാം. ഈ ഗെയിം നമ്മുടെ നൂബിയും പിന്നെ നമ്മുടെ GTA കളിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഭാര്യ ഒരു ഇതിന് പോയതാണ്, ഇതിന് മറ്റേ സംഭവത്തിന്. പക്ഷേ മൈ ഗാഡ്, വാട്ട് ഹാപ്പൻഡ്? എന്താ ഇത്? നമ്മൾ എണീറ്റ് റിസ്യൂം ഗെയിം. ഓക്കെ, ഇതെന്താ പറ്റിയത്? ഇന്നത്തെ എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല. ഞാൻ അറിയാതെ തന്നെ തുറക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ എണീറ്റ് ഇനി നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കൺട്രോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വയ്ക്കിയത്. 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. എന്തായാലും ഇത് 1 മണിക്കൂർ ഗെയിം പ്ലേ ആണ്. അപ്പോൾ നമുക്ക് റിസ്യൂം ഗെയിം തന്നെ എന്തായാലും കൊടുത്തേക്കും ഗൈസ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ഇന്ത്യൻ ഗ്രാഫിക്സാണ്. ഇവിടെ റേഡിയോയുടെ ഇൻട്രാക്ട് എന്നത് നൂബിയുടെ റേഡിയോ അല്ല ശരിയാക്കി. ഇതെന്തിൻ്റെ ഇതാണ്? ഐക്കൺ ടൈം ഓഫ് കേരള. ഇത് ആരാണെന്ന് അറിഞ്ഞൂടെ? ചാർലി ചാപ്ലിനെ പോലെ ഉണ്ട് അത്. എന്തായാലും അറിഞ്ഞൂടെ. നമ്മൾ ഇൻട്രാക്റ്റ് ഒക്കെ കൊടുത്ത് എന്തോ ഒരു ഒച്ച കേട്ടിട്ട് ഇത് ഓണാക്കിയപ്പോൾ എന്തോ ഒച്ചയെന്നൊന്നും അറിഞ്ഞൂടാ. ഇതിൻ്റെ ഗ്രാഫിക്സ് ഹൈ ആണ്. പക്ഷേ കുറച്ച് ഇതാണുള്ളത്. നമുക്ക് മാസ്റ്റർ വോളിയം കുറച്ച് വയ്ക്കാം, എഫക്റ്റ് വോളിയം കുറയ്ക്കാം. കാരണം ഇത് ഭയങ്കര ഇതാണ് സൗണ്ട്. ഓക്കെ, ബാക്കടിച്ച്. ഓക്കെ, എന്തായാലും റിസ്യൂം ഗെയിം. ഓക്കെ, ഇതാറുള്ളത് ആരുടെ ഫോട്ടോ ആണ്? അപ്പോൾ ഇതിൻ്റെ ഇന്ദുവിൻ്റെ ഫോട്ടോ ആയിരിക്കും ഗൈസ്. ഫോട്ടോ ഓഫ് മൈ വൈഫ് എന്ന് പറയുമ്പോൾ മറ്റേ ഇന്ദുവാണ് ഇന്ദിരയാണ്. എന്തായാലും നമുക്ക് ഇന്ദു എന്നിടാം. കുറച്ച് നമുക്ക് കറക്റ്റ് കേരള മീൻസ് ഇതൊക്കെയാണ് മച്ചൂസ് ഗെയിം. കറക്റ്റ് കേരള ഗ്രാഫിക്സ്. മൈ ഗോഡ്. അതുമില്ലാതെ ഈ അലമാര കറക്റ്റ് കേരള എന്ന് പറഞ്ഞാൽ കറക്റ്റ് കേരള. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ നമ്മൾ തന്നെ ക്രിക്കറ്റ് ഫാനാണ്. 1983 കപിൽ ദേവ് കളി ജയിച്ചത്. ഇന്ത്യ ഫസ്റ്റ് വേൾഡ് കപ്പ്. കിട്ടി. അതുകൊണ്ടായിരിക്കും ഈ സാധനമൊക്കെ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ പിന്നെ ക്രിക്കറ്റ് ഫാനാണ്. എന്താണ് ഫാൻ? ഫാൻ ഇവിടെ ഇതുണ്ടാക്കിയവൻ എന്തായാലും ഇത് കൊടുക്കണം കേട്ടോ ഗൈസ്. കാരണം ഇത് സ്ട്രീമിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. നിങ്ങൾ എന്തായാലും സ്ട്രീമിൽ കയറി ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്ക്. അപ്പോൾ സ്ട്രീമിൽ വെറും എത്ര 200-500 എന്താണ്ടാണ് എനിക്കറിയാൻ പാടില്ല. ഞാൻ 500-നാണ് വാങ്ങിയത്. ഇപ്പോൾ അല്ല ഓഫറും കാണും. എന്തായാലും പോയി നോക്കിയിട്ട് എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. സ്ട്രീമിൽ ഇത് വെറും കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്തേക്ക്. ഇതെന്തിൻ്റെ ഇടയിൽ? ഇന്ത്യൻ കക്കൂസ്. കറക്റ്റ് സാധനം കേട്ടോ. ഉണ്ടാക്കിയോ ഭയങ്കര സീനാണ്. പണ്ട് ഈ യൂറോപ്യനൊന്നുമില്ല, ഇന്ത്യൻ കക്കൂസ് തന്നെ. ഓക്കെ, സീൻ തന്നെ. ടൺ പക്കത്തും കപ്പ്. ടൺ. ഓക്കെ, നമ്മൾ ഒരു റൂമിലാണല്ലേ. ഓക്കെ, ഇതെന്താ തുറക്കാത്ത? ഇൻട്രാക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. എന്താണെന്തോ. ചിലപ്പോൾ ഈ വഴി നമ്മൾ വല്ല നോക്കണം. ഇങ്ങനെ എന്തോ ഉണ്ടോ? എന്താ അത്? അകത്ത് ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ ഇത് കുത്തുമ്പോൾ. അപ്പോൾ ഈ ലോക്ക് തുറക്കണമല്ലേ. സോറി മച്ചൂസേ, അത് തെറ്റിപ്പോയി. അപ്പോൾ എന്തായാലും നമ്മളെല്ലാം തുറന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ അല്ല, ഈ മുരുകനൊന്നുമില്ല. അല്ല, ഈ കൃഷ്ണനൊന്നുമില്ല. മുരുകനുണ്ട് എൻ്റെ വീട്ടിൽ. ഈ മുരുകൻ. ഓക്കെ, ഇവിടെ ഫാനുണ്ട്, ടെലിഫോണുണ്ട്. നമ്മൾ പണ്ട് കില്ലാണി തന്നെ ഭാര്യയായിട്ട് ജീപ്പിൻ്റെ ഫ്രണ്ട്. ഡോക്ടർ ജീപ്പ് കിടക്കണുണ്ടോ?
ഇത് നമ്മുടെ അമ്മയാണെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. ഓക്കെ, എന്നാലും നമ്മളിന്ന് വീട് മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്നൊക്കെ. മലയാളം മാതൃഭൂമിയല്ല കേട്ടോ, മലയാളം ഭാഷ. സീൻ സാധനം, കിടുക്കൻ സാധനം കേട്ടോ. ഇവിടെയൊക്കെ സീനാണ്. പിന്നെ ഇവിടെ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ എന്തൊരു സാധനം ചെയ്യണം ഗൈസ്. പിന്നെ അടുക്കള. പണ്ടത്തെ മിക്സിയൊക്കെ ഇങ്ങനെയായിരുന്നല്ലേ. ഞാൻ ഇപ്പം ജനിച്ചുള്ളൂ ഗൈസ്, എനിക്കൊന്നും അറിഞ്ഞുകൊണ്ട് കേട്ടോ. ഓക്കെ, ഗ്യാസ് സീനാണ്. ഓക്കെ, ചെറുതായിട്ട് ഗ്ലിച്ച് ബഗ് എന്തുകൊണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, നമ്മളെന്തായാലും സെറ്റ് ചെയ്യണം തന്നെ. ഓക്കെ, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന അറിയില്ല. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യും. ഇതൊന്ന് തുറന്നിടാം. പക്ഷെ ആരുടെ ഈ ബുക്കൊക്കെ എടുത്ത് താഴെടുന്നത്? എന്തെന്ന് ബുക്ക് ഓൾ ഓവർ ദ ഫ്ലോർ. ബുക്ക് ഫ്ലോറിലല്ല, അവനൊക്കെ എന്തിൻ്റെ ഇതെവിടെ വയ്ക്കണം ഇനി? ഈ ബുക്കിൻ്റെ പേര് കാണാൻ പറ്റുള്ളല്ലോ. എന്താടാ? ഏതൊരു ഫേമസ് ബുക്കാന്ന് തോന്നുന്നു പണ്ടത്തെ, അറിയില്ല. രണ്ടും ഒരേ ബുക്കല്ലേ ഇത്? ഇവന് മറ്റേ ഇതാണ് കേട്ടോ, ബുക്ക് എഡിറ്റ്. ഞാനൊക്കെ PC എഡിറ്റ്, മൊബൈൽ എഡിറ്റ്. ഇവനൊക്കെ ബുക്ക് എഡിറ്റ്. എന്തെല്ലാം അറിഞ്ഞോണ്ട് തയ്യൽ മെഷീനായോ എൻ്റെ ഭാര്യ തയ്ക്കുമായിരിക്കും ചിലപ്പോൾ, എനിക്കറിയാൻ പാടില്ല. പിന്നെ നമ്മളിവിടെ PC പ്ലെയർ ആയതുകൊണ്ട് PC ഒക്കെ ഇരിപ്പുണ്ട്. ഇവിടെ പിന്നെ കേരള അവൾ എവിടെ? അവളെവിടെയെന്നോ എനിക്കറിയാൻ പാടില്ല. ബുക്ക് ഹിയർ. ബുക്കൊക്കെ ഇവിടെയാണ് വയ്ക്കേണ്ടത്. എന്നാൽ ബുക്ക് എടുത്ത് വച്ചിട്ട് പോകാം എന്തായാലും. ഓക്കെ, നമുക്കിവിടെ വച്ചാലായിരിക്കും ചിലപ്പോൾ കാർക്ക് കിട്ടി നമുക്ക് പുറത്ത് പോകാൻ പറ്റണേ, അറിയില്ല. നോ ഐഡിയ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഗെയിമൊക്കെ കളിക്കുന്നത് തന്നെ കേട്ടോ. മലയാളം ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു മലയാളം ഗെയിംസൊക്കെ ഇറക്കുന്നത്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് നിങ്ങൾ വല്ല മലയാളം ഗെയിമും കളിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മുടെ റോഡ് ടു 700 അല്ല 1K സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, ദാറ്റ്സ് ബെറ്റർ. ഓക്കെ, താങ്ക് യു. ഇനി എന്ത് ചെയ്യണ്ടേ? ഡയറി അപ്ഡേറ്റ്, ചെക്കൗട്ട്. ഡയറിയുടെ ഇവിടെ എന്തെങ്കിലും ലോക്കുണ്ടോ? എവിടെ ഡോണ്ട് ഫോർഗോട്ട് ദ കാറിൻ്റെ താക്കോൽ കിട്ടി ഗൈസ്. അപ്പോൾ അപ്ഡേറ്റ് ഇൻ ഇൻവെൻ്ററി. ഓക്കെ, എന്താ അപ്ഡേറ്റ്? എന്തോ ഈ ഡോറിൻ്റെ ഇവിടെ ഉണ്ടല്ലോ ഗൈസ്. എന്താണ്? എന്തായിരിക്കും എന്തായാലും ഇവിടെ. ഓക്കെ ഗൈസ്, പിന്നെ എനിക്ക് നൂബിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് നമുക്കിവിടെ ഇതിൻ്റെ അടിയിലൊരിതുണ്ട്, അത് എടുക്കണം. ഓക്കെ, നിൻ്റെ ഭാര്യ ഇവിടെയുണ്ട്, അഡ്രസ്സും കൊടുത്തിട്ടുണ്ടല്ലോ. സീൻ കേട്ടാ. അപ്പോൾ ഇനിയാണ് നമ്മൾ സീനാവാൻ പോണത്. നമുക്ക് ഇനി പുറത്തിറങ്ങാനൊക്കെ പറ്റും. ഓക്കെ, ഇതെന്താ ഇത്? അങ്ങനെ. ഓക്കെ, ഇനി നമ്മളെ നോക്കിക്കോ. ടാൻ. ഇപ്പം നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? തെക്കേടുത്ത്. സീൻ തെക്കേടുത്ത് രാമൻ നായർ. എന്തായാലും നമുക്കൊരു ഐലൻഡിൽ എത്തിയിട്ട് കാണാം, പിന്നെ നമുക്ക് ബാക്കി കാണാം കേട്ടോ ഗൈസ്. ആ സ്പോട്ടിലൊക്കെ വന്ന സീനായിരുന്നു. പക്ഷേ ഞാൻ ബോട്ടിൻ്റെ അത് എത്തിയപ്പോഴാണ് അറിഞ്ഞത് ദാറ്റ് മസ്റ്റ് ബി ഹൗസ്. എന്താ? ഡയറി അപ്ഡേറ്റ്സ് ചെക്ക്. ഡയറി തുറക്കാൻ പറ്റുള്ളല്ലോ ഇനി. എൻ്റെ മനയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇതെന്ത് ഭ്രമയുഗം എന്ന് പറഞ്ഞാൽ കറക്റ്റ് സാധനം. കറക്റ്റ് ഭ്രമയുഗോട്ടോ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടുന്നുണ്ട്. മച്ചൂസെ പൊളിച്ചിട്ടാ. സീനാണ്. കളി കുറച്ച് വിഷയമാണ്. ഓക്കെ, ഇവിടെ എന്തോ ഏണിയുണ്ട്. നമ്മൾ ഏണി കണ്ടുപിടിച്ചിട്ടാണ് അതുവരെ എല്ലാ കൂട്ടുകാരും പറ്റി ഗൈസ്. ചുവിഗോട്ടപ്പം നമ്മളത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കറക്റ്റ് കുടുംബം പറ്റി ഒച്ച കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്താ കയറാൻ പറ്റാത്ത? പൊങ്ങി ഇങ്ങനെ നോക്കണോ ഗ്രാനി പോലെ, അറിയില്ല. എന്താണ് ഇത്? കേറി
എടാ ആര് തലക്കടിച്ചിട്ടാ ഒച്ച എനിക്ക് കേട്ടിട്ടോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂല, സോറി ഗൈസ്. 5 hours later. ഓക്കെ ഓക്കെ 5 hours later എന്ത് പറ്റി? ഓക്കെ എടാ കറക്റ്റ് ഭ്രമയുഗം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഭ്രമയുഗം. ഇത് കുറച്ച് നമുക്ക് ലൈറ്റ് എഫക്ട്സ് കൂട്ടിയിടാം. ഓക്കെ ഡിസ്റ്റൻസ് കൂട്ടിയിട്ട് മീഡിയം മതി എന്തായാലും, അല്ലെങ്കിൽ PC അടിച്ച് പോകും. ഗൈസ് ഇന്നത്തെ പാർട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ലവ്ലി ആൻഡ് ബൈ ടാറ്റാ. അപ്പോൾ ഇന്നത്തെ പാർട്ട് ഇഷ്ടപ്പെട്ടവർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ ഇതിനൊരു 10 likes ആണ് ടാർഗറ്റ്. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് നോക്കി. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ടാറ്റാ, ലവ്ലി ആൻഡ് ബൈ.